ജനാധിപത്യ പ്രക്രിയയിൽ വനിതകളുടെ കരുത്ത് കൂടുതൽ പ്രകടമാകണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ IAS പറഞ്ഞു. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ നടന്ന സംസ്ഥാന സർക്കാർ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വനിതാ ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. Whether you know her or not, but if you treat them well, there will not be single even FIR. If we treat every woman respectfully that we treat in our family, there will not be any crime against women. But unfortunately, നമ്മുടെ കേരളയിൽ one of the highest women other harassment in the case one of the highest. നമ്മുടെ നാട്ടിൽ നല്ല ഒരു ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്, പക്ഷേ സ്റ്റിൽ വലിയ ഗ്യാപ്പ് ഉണ്ട്. ഫസ്റ്റ് ഒരുപാട് ഹാരസ്മെന്റിന്റെ കേസ് വരുന്നുണ്ട്. ജില്ലാതല വനിതാ ദിനാഘോഷങ്ങൾ പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ പകുതിയോ അതിനല്പം കൂടുതലോ ഉള്ളത് വനിതകളാണ്. ആ വനിതകളുടെ മുഴുവൻ അവകാശ സംരക്ഷണത്തിന്, അവരുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ചിന്തകൾ പങ്കുവയ്ക്കുന്നതിന്, അവരുടെ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിന്, അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ ചർച്ചയും സമൂഹത്തിന്റെ ഇടപെടലുകളും ഉറപ്പുവരുത്തുന്നതിന് എല്ലാം വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കൽ നമ്മൾ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുകയാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് VP നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജ് മാനേജർ റവറൻ ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേൽ മുഖ്യ സന്ദേശം നൽകി. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിബി ജോസഫ്, വനിതാ സംരക്ഷണ ഓഫീസർ മല്ലിക KS, കോട്ടയം ജില്ലാതല ICTS ഓഫീസർ റേച്ചൽ ഡേവിഡ്, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ബീന CJ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഡെന്നി തോമസ്, ഈരാറ്റുപേട്ട ICDS ശിശുവികസന പദ്ധതി ഓഫീസർ ജാസ്മിൻ K തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിൽ കോളേജ് ബർസാർ റവറൻ ഫാദർ ബിജു കുന്നേക്കാട്ട്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിനു ആനി ജോൺ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീകല R തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വനിതാ ദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് വനിതകൾക്കായി ശില്പശാലകളും പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഈരാറ്റുപേട്ട കടുവാമൊഴിയിൽ തെരുവ് നാടകവും ഫ്ലാഷ് മോബും അരങ്ങേറി. തുടർന്ന് വിവാഹം നടക്കുന്നു. പഠിക്കാനുള്ള പെൺകുട്ടിയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇവിടെ ഹനിക്കപ്പെടുന്നു. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു പെൺകുട്ടിയുടെയും വിവാഹം. i4A ന്യൂസ് പാലാ.